ഡിയർ ഇജ്വീൽ ബൈ ചിമാമണ്ട നെഗോസി അഡിച്ചി. ചിമാമണ്ട നെഗോസി അഡിച്ചി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നൈജീരിയൻ റൈറ്ററും ഫെമിനിസ്റ്റുമാണ് അവരുടെ ഒരു പാഠഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം ഡിയർ ഇജ്വീൽ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ് എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇതെന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി കമ്പോസിഷൻ ഓഫ് 15 സജഷൻസ് ടു അഡിച്ചീസ് ഫ്രണ്ട് ഇജ്വീൽ ഓൺ ഹൗ ടു റേസ് ഹർ ന്യൂ ബോൺ ഡോട്ടർ ചിസാലോ മഡോറ ആസ് എ ഫെമിനിസ്റ്റ്. അതായത് അഡിച്ചിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഇജ്വീലിന്റെ മോള് ഒരു പുതിയ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേര്, ആ കുട്ടിയുടെ പേരാണ് ചിസാലോ മഡോറ. അപ്പൊ ആ മോളെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് നീ വളർത്തണം എന്ന് പറഞ്ഞിട്ട് കുറെ കത്തുകൾ എഴുതുന്നുണ്ട്. ആ കത്തുകൾ പിന്നെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു പുസ്തകമാക്കി പിന്നെ മാറ്റുന്നത്. The purpose of the manifesto is to negate this gender inequality by raising girls to reject the traditional gender roles and expectations. അപ്പോൾ പെൺകുട്ടികളെ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇതുപോലെ ജെൻഡർ റോൾസും അതിൽ നിലനിന്ന് പോയിരുന്ന കുറെ എക്സ്പെക്ടേഷൻസും ഉണ്ട്. അപ്പൊ അതിനൊക്കെ റിജക്ട് ചെയ്യുക, കുട്ടികൾ ആ തക്കവണ്ണം കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. She advises parents to equally share child care and domestic responsibilities. അവർ നമ്മുടെ അടിച്ചു പറയുന്നുണ്ട് പാരന്റ്സിനോട്, നിങ്ങൾ വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ വീട്ടിലെ ചൈൽഡ് കെയറും കുട്ടികളുടെ സംരക്ഷണവും എല്ലാം തന്നെ ഈക്വലി ഡിവൈഡ് ചെയ്തു പോകണം. അതായത് പെണ്ണ് ഇത് ചെയ്യണം, ആണിത് ചെയ്യണം എന്നല്ല, രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു പോകണം. വുമൻ ഷുഡ് നോട്ട് അബാൻഡൺ ദെയർ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ നെയിം ഓഫ് മദർഹുഡ്. അമ്മയായി എന്നുള്ള പേരിൽ ഒരിക്കലും സ്ത്രീകൾ അവരുടെ ഇഷ്ടങ്ങളോ പാഷൻസോ ഒന്നും തന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയണം. ഇനി ടെക്സ്റ്റ് നോക്കാം. നല്ല രസമാണത് വായിച്ചിരിക്കാൻ. ബീയിങ് എ ഗേൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും കേട്ടു നോക്കൂ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇജ്വീലിന് വളരെ ആശംസ അർപ്പിക്കുകയാണ് ചിമാമണ്ട. നീ ഒരു അമ്മയായിരിക്കുകയാണ്, നീ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് നീ ഈ ലോകത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞാൽ പോരാന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ്. പിന്നെ പറയാണ്, പ്ലീസ് നോ ദാറ്റ് ഐ ടേക്ക് യുവർ ചാർജ് ഹൗ ടു റേസ് ഹർ ഫെമിനിസ്റ്റ് വെരി സീരിയസ്ലി. അവളെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്തണം എന്നുള്ള ചാർജ് ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. And I understand what you mean by not always knowing what the feminist response to situations should be. എല്ലാ സിറ്റുവേഷൻസിലോട്ടും എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റ് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നിനക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. ഫോർ മീ ഫെമിനിസം ഈസ് ഓൾവേസ് കോണ്ടെക്സ്റ്റ്. ഞാൻ പറയുന്നു ഫെമിനിസം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു കാര്യമാണ്. ഐ ഡോണ്ട് ഹാവ് എ സെറ്റ് ഇൻ സ്റ്റോൺ റൂൾസ്. അതായത് കൃത്യമായിട്ട് സെറ്റ് ആയിട്ടുള്ള ഒരു റൂളൊന്നും എനിക്കില്ല. ദ ക്ലോസസ്റ്റ് ഐ ഹാവ് ടു എ ഫോർമുല are my 2 feminist tools and I want to share them with you as a starting point. എനിക്ക് 2 ഫെമിനിസ്റ്റ് ടൂൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന നിലയിൽ ആ ഫെമിനിസ്റ്റ് ടൂൾസിനെ വെച്ചിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അതിലെന്താണ് ഒന്നാമത്തെ നോക്കാം. ദ ഫസ്റ്റ് ഈസ് യുവർ പ്രിമൈസ്. നിന്റെ തത്വമാണ് ഒന്നാമത്തെ കാര്യം, അതായത് സ്വത്വം. ദ സോളിഡ് അൺബെൻഡിങ് ബിലീഫ് ദാറ്റ് യു സ്റ്റാർട്ട് ഓഫ് വിത്ത്. നീ ആദ്യം തുടങ്ങേണ്ടുന്ന ആ ഒരു ഭാഗം അവിടെ നിന്നാണ്. വാട്ട് ഈസ് യുവർ പ്രിമൈസ്? യുവർ ഫെമിനിസ്റ്റ് പ്രിമൈസ് ഷുഡ് ബി ഐ മാറ്റർ. ഞാൻ മാറ്ററാണ്, എന്റെ കാര്യം നോക്കണം, അതല്ലെങ്കിൽ എനിക്കും പരിഗണന വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രിമൈസ് എന്ന് പറയുന്നത്. ഐ മാറ്റർ ഈക്വലി. എനിക്ക് ഒരുപോലെ തുല്യ പരിഗണന വേണം. നോട്ട് ഈഫ് ഓൺലി, നോട്ട് ആസ് ലോങ് ആസ് ഐ മാറ്റർ ഈക്വലി, ഫുൾ സ്റ്റോപ്പ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയായാൽ എനിക്ക് പരിഗണന വേണം എന്നല്ല, എനിക്ക് പരിഗണന വേണം, ദാറ്റ് ഫുൾ സ്റ്റോപ്പ്. അവിടെ നിർത്തുക, അത്രേ ഉള്ളൂ. സെക്കൻഡ് ടൂൾ ഈസ് എ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൂൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്? എക്സ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം റിസൾട്ട് കിട്ടുമെന്നാണ്. ഇതിലെന്താ അടിച്ച് പറയുന്നത് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് എ വുമൻസ് ഫെമിനിസ്റ്റ് റെസ്പോൺസ് ടു എ ഹസ്ബൻഡ്സ് ഇൻഫിഡലിറ്റി ഷുഡ് ബി ടു ലീവ്. അതായത് ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു വഞ്ചന ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ ഹസ്ബൻഡിനെ വിടണം എന്നുള്ളത്, അല്ലെങ്കിൽ വിട്ട് പോരണം എന്നുള്ളതാണ് ഒരു ഫെമിനിസ്റ്റ് റെസ്പോൺസ് എന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഐ തിങ്ക്, ഞാൻ എന്താണ് പറയുന്നത് ചോദിച്ചാൽ, സ്റ്റേയിങ് ക്യാൻ ആൾസോ ബി എ ഫെമിനിസ്റ്റ് ചോയ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. അതായത് ആ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പം അവിടെ നിൽക്കുക എന്നുള്ളതും ഒരു ഫെമിനിസ്റ്റ് ചോയ്സ് ആണ്. അതായത് ഭർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതും ഒരു ഫെമിനിസ്റ്റ് ചോയ്സ് ആണ്. എങ്ങനെയാണെങ്കിൽ എന്നാണ് പറയുന്നത്, ഇഫ് ജൂഡി സ്ലീപ്സ് വിത്ത് അനദർ വുമൻ ആൻഡ് യു ഫോർഗീവ് ഹിം, വുഡ് ദ സെയിം ബി ട്രൂ ഇഫ് യു സ്ലെപ്റ്റ് വിത്ത് അനദർ മാൻ? ജൂഡി എന്ന് ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് വേറൊരു വുമനോടൊപ്പം കഴിഞ്ഞിട്ട് നിനക്ക് അയാൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ആ സാധനം തന്നെ, അതല്ലെങ്കിൽ അങ്ങനെ നീ ചെയ്തിട്ട് നീ ഒരു ആണിന്റെ കൂടെ കടന്നിട്ട് നിനക്ക് അയാൾ ഫോർഗീവ് ചെയ്ത് തരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെങ്കിലോ, ഇഫ് ദ ആൻസർ ഈസ് യെസ്, അങ്ങനെ ഫോർഗീവ് ചെയ്ത് തരുന്നു എങ്കിൽ, ദെൻ യു ആർ ചൂസിങ് ടു ഫോർഗീവ് ഹിം ക്യാൻ ബി എ ഫെമിനിസ്റ്റ് ചോയ്സ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഷേപ്ഡ് ബൈ ജെൻഡർ ഇൻഇക്വാലിറ്റി. അങ്ങനെയാണ് എങ്കിൽ നീ അവന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, അവന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ഫെമിനിസ്റ്റ് ചോയ്സ് തന്നെയാണ്. അതൊരിക്കലും ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റിയിലൂടെ അല്ല വരുന്നത് എന്ന് പറയാണ്. സാഡ്ലി ദ റിയാലിറ്റി ഇൻ മോസ്റ്റ് മാരേജസ് ഈസ് ദാറ്റ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ വുഡ് ഓഫൺ ബി നോ ആൻഡ് ദ റീസൺ വുഡ് ബി ജെൻഡർ ബേസ്ഡ്. അതായത് ഇനി അഥവാ അങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിനക്കും അവന് ഫോർഗീവ് ചെയ്ത് തരുമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇല്ല, കാരണം സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളാണെന്നായിരിക്കും പറയാം. സ്ത്രീ ചതിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് മോസ്റ്റ് ഓഫ് ദ ആൻസേഴ്സ് വിൽ ബി എന്നാണ് പറയുന്നത്.
That absurd idea of men will be men, which means having a much lower standard for a woman. അതായത് ആണുങ്ങൾ എപ്പോഴും ആണുങ്ങളാണ്, സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളാണെന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ കഴിഞ്ഞു, ആണുങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതാണ് പറയുന്നത്. വിച്ച് മീൻസ് ഹാവിങ് എ മച്ച് ലോവർ സ്റ്റാൻഡേർഡ് ഫോർ മെൻ. അതായത് ആണുങ്ങളുടെ സ്റ്റാൻഡേർഡ് അതിനർത്ഥം വളരെ കുറവാണ് എന്ന്. I have some suggestions for how to raise Chizalum. എനിക്ക് ചിസാലുമിനെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് റിമെമ്പർ ദാറ്റ് യു മൈറ്റ് ഡു ഓൾ ദ തിങ്സ് ഐ സജസ്റ്റ്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരാം, ബട്ട് she will still turn out to be different from what you hoped, because sometimes life just does its things. അതായത് ചിലപ്പോൾ നീ അങ്ങനെയൊക്കെ ചെയ്താലും അവൾ വേറെ രീതിയിലായിരിക്കാം വരിക, കാരണം ചിലപ്പോൾ ജീവിതം അതിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയണം. വാട്ട് മാറ്റേഴ്സ് ഈസ് ദാറ്റ് യു ട്രൈ. പക്ഷെ എന്താണ് സംഭവം ചോദിച്ചാൽ നീ ട്രൈ ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് ഓൾവേസ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് എബോവ് ആൾ എൽസ്, ബിക്കോസ് യു വിൽ ബി ഗൈഡഡ് ബൈ യുവർ ലവ് ഫോർ യുവർ ചൈൽഡ്. നിന്റെ സ്വന്തമായിട്ടുള്ള ബോധത്തെ നീ എല്ലാത്തിനും മുകളിൽ വിലവെച്ച് കൊടുക്കുക. കാരണം നിന്റെ സ്നേഹമാണ് നിന്റെ കുട്ടിക്ക്, നിന്റെ സ്നേഹമാണ്, നിന്റെ കുട്ടിയോടുള്ള സ്നേഹമാണ് നിന്നെ ഗൈഡ് ചെയ്യുക എന്ന് പറയണം. ഇനി നമ്മുടെ 3 സജഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 15 സജഷൻസ് ഉണ്ടെന്ന് അറിയാലോ. അതിൽ ഒന്നാമത്തെ സജഷൻസ് നോക്കാം. ബി എ ഫുൾ പേഴ്സൺ. അതാണ് ഒന്നാമത്തെ സജഷൻ. മദർഹുഡ് ഈസ് എ ഗ്ലോറിയസ് ഗിഫ്റ്റ്, ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് സോൺലി ബൈ മദർഹുഡ്. മദർഹുഡ് എന്ന് പറഞ്ഞാൽ, മാതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. പക്ഷെ മാതൃത്വത്തിലോട്ട് മാത്രം നീ ഒതുങ്ങിപ്പോവരുത് എന്നാണ് പറയുന്നത്. യുവർ ചൈൽഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. നിന്റെ ചൈൽഡിന്, നിന്റെ കുട്ടിക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവും. ദ പയനിയറിംഗ് അമേരിക്കൻ ജേർണലിസ്റ്റ് മെർലെ സാൻഡേഴ്സ്, ഹു വാസ് ദ ഫസ്റ്റ് വുമൻ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം ഡ്യൂറിംഗ് ദ വാർ ആൻഡ് ഹു വാസ് ദ മദർ ഓഫ് എ സൺ, വൺസ് ഗേവ് ദിസ് പീസ് ഓഫ് അഡ്വൈസ് ടു എ യങ്ങർ ജേർണലിസ്റ്റ്. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ്, അവരെന്ന് പറഞ്ഞാൽ വിയറ്റ്നാം വാറിന്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വുമൺ ആണ്. മാത്രമല്ല ഒരു കുട്ടിയുടെ അമ്മ കൂടിയാണ്. അവർ പറയുന്നുണ്ട് ഒരു അഡ്വൈസ് ആയിട്ട്, നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതായത് ജോലിക്ക് മുഖ്യം കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. യു ലവ് വാട്ട് യു ഡു ആൻഡ് ലവിംഗ് വാട്ട് യു ഡു ഈസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗിവ് യുവർ ചൈൽഡ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നത് തന്നെയാണ് നിങ്ങളുടെ കുട്ടിയെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയണം. ഐ ഫൈൻഡ് ദിസ് ടു ബി സോ വൈസ് ആൻഡ് മൂവിംഗ്. യു ഡോണ്ട് ഈവൻ ഹാവ് ടു ലവ് യുവർ ജോബ്, യു ക്യാൻ മിയർലി ലവ് വാട്ട് യുവർ ജോബ് ഡസ് ഫോർ യു. എനിക്കിത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി പറയുന്നത്. മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നില്ല, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് എന്താണ് തരുന്നത് എന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും മതി. ദ കോൺഫിഡൻസ് ആൻഡ് ദ സെൽഫ് ഫുൾഫിൽമെന്റ് ദാറ്റ് കം വിത്ത് ഡൂയിങ് ആൻഡ് ഏർണിംഗ്. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസും മാത്രമല്ല നിങ്ങൾ സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും ഫുൾഫിൽമെന്റും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും മതി. ഇറ്റ് ഡസന്റ് സർപ്രൈസ് മീ ദാറ്റ് യുവർ സിസ്റ്റർ ഇൻ ലോ സേസ് യു ഷുഡ് ബി എ ട്രഡീഷണൽ മദർ ആൻഡ് സ്റ്റേ ഹോം. നീ നിന്റെ സിസ്റ്റർ ഇൻ ലോ ചിലപ്പോൾ പറയുന്നുണ്ടാവും നീ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മദറായിട്ട് വീട്ടിൽ തന്നെ കഴിയണമെന്ന്. ദാറ്റ് ജുഡി ക്യാൻ അഫോർഡ് നോട്ട് ടു ഹാവ് എ ഡബിൾ ഇൻകം ഫാമിലി. നിന്റെ ഭർത്താവിന് ഒരു പക്ഷേ ഡബിൾ ഇൻകം ഫാമിലി ഉദ്ദേശിക്കുന്നത് നീ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ. പീപ്പിൾ വിൽ സെലക്റ്റീവ്ലി യൂസ് ട്രഡീഷൻ ടു ജസ്റ്റിഫൈ എനിത്തിങ്. ഈ പറയുന്ന ട്രഡീഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അവർ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതല്ലെങ്കിൽ വേണ്ടതിന് മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന് പറയണം. ടെൽ ഹർ ദാറ്റ് എ ഡബിൾ ഇൻകം ഫാമിലി ഈസ് ആക്ച്വലി ദ ട്രൂ ഇഗ്ബോ ട്രഡീഷൻ, ബിക്കോസ് നോട്ട് ഓൺലി ഡിഡ് മദേഴ്സ് ഫാം and trade before British colonialism, trading was exclusively done by women in some parts of Igbo land. Igbo എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, അതായത് നൈജീരിയൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരു കമ്മ്യൂണിറ്റിയാണ്, അവരുടെ ട്രഡീഷൻ ആണ് പറയുന്നത്. അപ്പോൾ നിന്റെ സിസ്റ്ററിനോട് പറയണം ഇഗ്ബോ ട്രഡീഷന്റെ ഭാഗമാണ് സ്ത്രീകൾ ട്രേഡിലും ഫാമിലൊക്കെ ട്രേഡ് ചെയ്യുക, ഫാം ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ചില ഇഗ്ബോ കമ്മ്യൂണിറ്റികളിൽ സ്ത്രീകൾ മാത്രമായിരുന്നു അവിടെ ട്രേഡ് ചെയ്തിരുന്നത്. ഷി വുഡ് നോ ദിസ് ഇഫ് റീഡിംഗ് ബുക്സ് വർ നോട്ട് സച്ച് ആൻ ആലിയൻ എന്റർപ്രൈസ് ടു ഹർ. അവൾക്ക് പുസ്തകം വായിക്കുന്നത് ഒരു വലിയ എന്തോ കാര്യമല്ല, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ അവൾക്ക് ഇത് മനസ്സിലാവും. Okay, that snag was to cheer him. I know you are annoyed and you should be, but it is really best to ignore her. എനിക്കറിയാം നീ അവളെ കുറിച്ച് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്ന്, പക്ഷെ നീ എന്തായാലും ഒരു കാര്യം ചെയ്യുക, അവളെ ഇഗ്നോർ ചെയ്തായിരിക്കും നിനക്ക് നന്നാവുക. Everybody will have an opinion about what you should do. What matters is what you want for yourself and not what others want you to do. എല്ലാവർക്കും ഒരു പക്ഷേ നീ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയും, പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ മാറ്റർ ചെയ്യുന്നത് വെച്ചാൽ നിനക്ക് ചെയ്യാൻ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, നീ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് മാത്രമാണ് മാറ്റർ ചെയ്യുക. പ്ലീസ് റിജക്ട് ദ ഐഡിയ ദാറ്റ് മദർഹുഡ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് മാതൃത്വം തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുക്കുക, ഇതിൽ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഐഡിയയെ നീ മാറ്റിമറിക്കുക, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യുക.
Our mothers worked full time while we were growing up and we turned out to well. At least you did. The jury is still out on me. അതായത് നമ്മളുടെ അമ്മമാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, അതായത് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടാണ് നമ്മളെ വളർത്തിയത്. എന്നിട്ട് നമ്മളൊക്കെ സക്സസ്ഫുൾ ആയി. നമ്മളൊക്കെ എന്ന് പറയുന്നില്ല, നീ എന്തായാലും സക്സസ്ഫുൾ ആയി. ദ ജൂറി സ്റ്റിൽ ഔട്ട് ഓൺ മീ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമില്ല, അതല്ലെങ്കിൽ അങ്ങനെ പറയാണ്. ഇൻ ദീസ് കമ്മിങ് വീക്സ് ഓഫ് ഏർലി മദർഹുഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഇനി ഈ വരുന്ന കുറച്ച് കാലം ഉണ്ടല്ലോ മദർഹുഡിന്റെ ഏർലി ടൈം, അതിൽ നീ നിന്നോട് തന്നെ കൈൻഡ് ആയിരിക്കാം. അതായത് ആസ്ക് ഫോർ ഹെൽപ്പ്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കുക. എക്സ്പെക്ട് ടു ബി ഹെൽപ്ഡ്. നിന്നെ ആരെങ്കിലും സഹായിക്കും എന്നുള്ളത് നീ പ്രതീക്ഷിക്കുക. ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ സൂപ്പർ വുമൻ. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ വുമൻ എന്നുള്ളൊരു സംഭവമേ ഇല്ല. പാരന്റിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ് ആൻഡ് ലവ്. പാരന്റിങ് അതല്ലെങ്കിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളത് പറഞ്ഞാൽ തന്നെ അതൊരു പ്രാക്ടീസും ലവും ആണെന്ന്. ഗീവ് യുവർ സെൽഫ് റൂം ടു ഫെയിൽ. നീ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അതൊക്കെയാണ്. എ ന്യൂ മദർ ഡസ് നോട്ട് നെസസറിലി നോ ഹൗ ടു കാം എ ക്രൈയിങ് ബേബി. ഒരു പുതിയ അമ്മയ്ക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഒരു കരയുന്ന കുട്ടിയെ എങ്ങനെ കാം ചെയ്യണം എന്നുള്ളത്, സമാധാനിപ്പിക്കണം എന്നുള്ളത്. ഡോണ്ട് അസ്യൂം ദാറ്റ് യു ഷുഡ് നോ എവറിത്തിങ്. നിനക്കെല്ലാം അറിയണം എന്നുള്ളത് നീ വിചാരിക്കരുത്. റീഡ് ബുക്സ്, ലുക്ക് തിങ്സ് അപ്പോൺ ഇന്റർനെറ്റ്, ആസ്ക് ഓൾഡർ പാരന്റ്സ് ഓർ ജസ്റ്റ് യൂസ് ട്രയൽ ആൻഡ് എറർ. നീ എന്ത് ചെയ്യുക, പുസ്തകമൊക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കുക, അതും അല്ലെങ്കിൽ വലിയ വയസ്സായിട്ടുള്ള ആളുകളോട് ചോദിക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതായത് പരീക്ഷിക്കുക. എന്തെങ്കിലും ചിലപ്പോൾ തെറ്റൊക്കെ വന്നേക്കാം, അപ്പൊ അങ്ങനെയൊക്കെ നീ ചെയ്യാം. ബട്ട് എബോവ് ഓൾ ലെറ്റ് യുവർ ഫോക്കസ് ബി ഓൺ റിമൈനിങ് എ ഫുൾ പേഴ്സൺ. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്, നർച്ചർ യുവർ ഓൺ നീഡ്സ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും ഒരു ഫുൾ പേഴ്സൺ ആവുക. അതായത് നീ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മാത്രം മാറ്റി വെക്കാതെ നിന്റെ കാര്യങ്ങൾ കൂടെ നോക്കുക, നിന്റെ നീഡ്സ് കൂടെ നീ നർച്ചർ ചെയ്യുക. പ്ലീസ് ഡു നോട്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് ഡൂയിങ് അറ്റ് ഓൾ. ഇതൊക്കെ ചെയ്യുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അവർ കൾച്ചർ സെലിബ്രേറ്റ്സ് ദ ഐഡിയ ഓഫ് വുമൻ ഹു ആർ ഏബിൾ ടു ഡു ഇറ്റ് ഓൾ ബട്ട് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ ദ പ്രിമൈസ് ഓഫ് ദാറ്റ് പ്രൈസ്. എല്ലാം ചെയ്യാന്നുള്ള ഒരു ഫ്രേസ് ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ കൾച്ചർ തന്നെ അതാണ് ആഘോഷിക്കുന്നത്. പക്ഷെ ആ കാര്യത്തിന്റെ തത്വത്തെക്കുറിച്ച് ഒരുപക്ഷെ ആരും ചിന്തിക്കുന്നില്ല, അത് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാണ്. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ഡിബേറ്റ് അബൌട്ട് വുമൻ ഡൂയിങ് ഇറ്റ് ഓൾ. സ്ത്രീകളെല്ലാം ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല, ആ ഡിബേറ്റിന്റെ കാര്യത്തിൽ. കാരണം എന്താ ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡിബേറ്റ് ദാറ്റ് അസ്യൂംസ് ദാറ്റ് കെയർ ഗിവിംഗ് ആൻഡ് ഡൊമസ്റ്റിക് വർക്ക് ആർ സിംഗുലർലി ഫീമെയിൽ ഡൊമൈൻസ്. അതായത് കുട്ടികൾക്ക് സംരക്ഷണം നൽകുക അതല്ലെങ്കിൽ വീട്ടുജോലി എന്നുള്ളതൊക്കെ തന്നെ സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് പറയുന്ന അതല്ലെങ്കിൽ അത് പറയുന്ന ഒരു തരത്തിലുള്ള ഡിബേറ്റ് ആണ് ആ ഡിബേറ്റ്. അപ്പൊ അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ആൻഡ് ദാറ്റ് ഐ സ്ട്രോങ്ലി റിജക്ട്. ഞാനത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് കെയർ ഗിവിംഗ് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ ആൻഡ് വി ഷുഡ് ബി ആസ്കിംഗ് നോട്ട് വെദർ എ വുമൻ ക്യാൻ ഡു ഇറ്റ് ഓൾ ബട്ട് ഹൗ ബെസ്റ്റ് ടു സപ്പോർട്ട് പാരന്റ്സ് ഇൻ ദെയർ ഡ്യുവൽ ഡ്യൂട്ടീസ് അറ്റ് വർക്ക് ആൻഡ് ഹോം. അപ്പോൾ അവള് പറയാണ് ഡൊമസ്റ്റിക് വർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കെയർ കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആണ്. അതായത് ജെൻഡർ ബേസ്ഡ് അല്ല അതൊന്നും വരുന്നത്. മാത്രമല്ല എങ്ങനെയാണ് എല്ലാ കാര്യവും വുമൻ ഒരു ഡു ഇറ്റ് ഓൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ് അതല്ലെങ്കിൽ അതൊക്കെ വുമന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ചോദിക്കണ്ടേ, മറിച്ച് എങ്ങനെയാണ് പാരന്റ്സിന്റെ ഡ്യുവൽ ഡ്യൂട്ടീസ്, അതായത് ഓഫീസിലെ ഡ്യൂട്ടീസ് വീട്ടിലെ ഡ്യൂട്ടീസ്, അതിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയണം. അപ്പോൾ ഒന്നാമത്തെ സജഷൻ കഴിഞ്ഞു, ബി എ ഫുൾ പേഴ്സൺ. രണ്ടാമത്തേത് ഡു ഇറ്റ് ടുഗെദർ, ഒരുമിച്ച് ചെയ്യുക. റിമെമ്പർ ഇൻ പ്രൈമറി സ്കൂൾസ് വി ലേൺഡ് ദാറ്റ് വെർബ് വാസ് ഡൂയിങ് വേർഡ്. വെൽ എ ഫാദർ ഈസ് ആസ് മച്ച് എ വെർബ് ആസ് മദർ. അതായത് മാതൃത്വം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പിതൃത്വം എന്ന് പറയുന്നത്. അതായത് പിതാവിനും നല്ലൊരു റോൾ ഉണ്ട്. ജൂഡി ഷുഡ് ഡു എവറിത്തിങ് ദാറ്റ് ബയോളജി അലോസ് വിച്ച് ഈസ് എവറിത്തിങ് ബട്ട് ബ്രസ്റ്റ് ഫീഡിങ്. അതായത് ബയോളജി നിങ്ങൾക്ക് അനുവദിക്കുന്ന ശാരീരികമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം നല്ല രീതിയിൽ. അതായത് ബ്രസ്റ്റ് ഫീഡിങ് ബയോളജിക്കലി പുരുഷന്മാർക്ക് കഴിയില്ല, അപ്പൊ അതല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാണ്. സം ടൈംസ് മദേഴ്സ് സോ കണ്ടീഷൻഡ് ടു ബി ആൾ ആൻഡ് ഡു ആൾ ആർ കോംപ്ലിസിറ്റ് ഇൻ ഡിമിനിഷിംഗ് ദ റോൾ ഓഫ് ഫാദേഴ്സ്. ചില സമയത്ത് മദേഴ്സൊക്കെ ഇങ്ങനെ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കും നിൽക്കുക. കാരണം എല്ലാം ചെയ്യാന്നുള്ള അങ്ങനെ ചെയ്യുന്നത് ഫാദറിന്റെ റോള് കുറച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് പറയാണ്. യു മൈറ്റ് തിങ്ക് ദാറ്റ് ജൂഡി വിൽ നോട്ട് ബേത്ത് ഹെർ എക്സാക്ട്ലി ആസ് യു വുഡ് ലൈക്ക്, ദാറ്റ് ഹി മൈറ്റ് നോട്ട് വൈപ്പ് ഹെർ ബം ആസ് പെർഫെക്റ്റ്ലി ആസ് യു ഡു. ഒരു പക്ഷേ പിതാവ് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നീ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ആവണമെന്നില്ല, അതല്ലെങ്കിൽ കുട്ടിയെ കഴുകി കൊടുക്കുമ്പോൾ നീ ചെയ്ത് കൊടുക്കുന്ന പോലെ പെർഫെക്റ്റ് ആവണമെന്നില്ല. ബട്ട് സോ വാട്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ? വാട്ട് ഇസ് എ വേഴ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? ഷീ വോണ്ട് ഡൈ അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഹെർ ഫാദർ. ആ കുട്ടി എന്തായാലും കുട്ടിയുടെ പിതാവിന്റെ കൈ കിടന്ന് മരിക്കൊന്നുമില്ല. സീരിയസ്ലി ഹി ലവ്സ് ഹെർ. എന്തായാലും കുട്ടിയെ പിതാവ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെർ ടു ബി കെയർഡ് ഫോർ ബൈ ഹെർ ഫാദർ. കുട്ടിക്കും നല്ലതാണ് കുട്ടിയുടെ പിതാവ് നോക്കുക എന്ന് പറയുന്നത്. So, look away, arrest your perfectionism, still your socially conditioned sense of duty. അതായത് നീ എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നിന്റെ ആ ഒരു പെർഫെക്ഷനിസം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരണം, അതിൽ നിന്നൊക്കെ മാറുക, അതൊക്കെ ഒഴിവാക്കുക. മാത്രമല്ല സോഷ്യലി കണ്ടീഷൻഡ് ആയിട്ടുള്ള സെൻസ് ഓഫ് ഡ്യൂട്ടി ഉണ്ടല്ലോ, ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, ആ ഒരു ഡ്യൂട്ടിയിൽ നിന്നൊക്കെ നീ മാറ്റി നിർത്ത്. ഷെയർ ചൈൽഡ് കെയർ ഈക്വലി. കുട്ടികളുടെ സംരക്ഷണവും അവരുടെ കെയറിംഗ് ഒക്കെ നീ ഈക്വലി ഡിവൈഡ് ചെയ്യുക. ഈക്വലി ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു ബോത്ത് ആൻഡ് യു വിൽ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്.
ഈക്വലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടും ഈക്വലി ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. പേയിങ് ഈക്വൽ അറ്റൻഷൻ ടു ഈച്ച് പേഴ്സൺസ് നീഡ്സ്, അതായത് നിന്റെ കാര്യങ്ങൾക്ക് നീയും കുറച്ച് ശ്രദ്ധ കൊടുക്കണം, അതായത് ഭർത്താവിന്റെ കാര്യങ്ങൾക്കും കുറച്ച് ശ്രദ്ധ കൊടുക്കണം, കുട്ടിയുടെ കാര്യങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധ കൊടുക്കണം. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു മീൻ എ ലിറ്ററൽ 50-50 ഓർ ഡേ ബൈ ഡേ സ്കോർ കീപ്പിംഗ്, ബട്ട് യു വിൽ നോ വെൻ ദ ചൈൽഡ് കെയർ വർക്ക് ഈസ് ഈക്വലി ഷെയർഡ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പകുതി ഇന്ന കാര്യം നോക്കുക, ഉച്ചയ്ക്ക് ശേഷം വേറൊരാൾ നോക്കുക, അതല്ലെങ്കിൽ ഒരു ദിവസം ഇയാൾ നോക്കുക, ഒരു ദിവസം അമ്മ നോക്കുക, ഒരു ദിവസം അച്ഛൻ നോക്കുക, ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. യു വിൽ നോ ബൈ യുവർ ലാക്ക് ഓഫ് റിസെന്റ്മെന്റ്, ബിക്കോസ് വെൻ ദർ ഈസ് ട്രൂ ഇക്വാലിറ്റി റിസെന്റ്മെന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീരസം, അതായത് അവിടെ കൃത്യമായിട്ടുള്ള ഇക്വാലിറ്റി ആണ് ഈ സിംഗിൾ, ഒരിക്കലും നിനക്കൊരു നീരസം തോന്നില്ല. ആൻഡ് പ്ലീസ് റിജക്ട് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്, സഹായിക്കുക എന്നുള്ള വേർഡേ നീ ഉപേക്ഷിക്കണം. ചുഡി ഈസ് നോട്ട് ഹെൽപ്പിംഗ് യു ബൈ കെയറിംഗ് ഫോർ ഹിസ് ചൈൽഡ്. അതായത് ഭർത്താവിന്റെ കുട്ടിയെ നീ നോക്കുക, അതിൽ ഭർത്താവ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ കാര്യം. ഹി ഈസ് ഡൂയിങ് വാട്ട് ഹി ഷുഡ്. അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, അതല്ലാതെ നിന്റെ കാര്യത്തിൽ വന്ന് ഹെൽപ്പ് ചെയ്യുകയല്ല. We are suggesting when we say fathers are helping, we are suggesting that child care is a mother's territory. അതായത് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക, സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ മദറിന്റെ ഉത്തരവാദിത്തമാണ്, മാതാവിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അയാൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇൻ ടു വിച്ച് ഫാദേഴ്സ് വാലിയന്റ്ലി വെഞ്ചർ, അതായത് അയാൾ അതിലേക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാണ് നിന്നെ, അതായത് നിന്നെ സഹായിക്കണം, നിന്റെ ഡ്യൂട്ടി അല്ലേ, അല്ലാതെ അയാളുടെ ഡ്യൂട്ടി അല്ല. അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് അയാൾ സഹായിക്കാതെ എന്റെ ഡ്യൂട്ടി ചെയ്യുക, അത്രേ ഉള്ളൂ. It is not. Can you imagine how many more people today would be happier, more stable, better contributors to the world if only their father had been actively present in their childhood? അതായത് ഇപ്പൊ നിനക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ, ഒരുപാട് എത്ര ആൾക്കാർ ഇതിലാറെ സന്തോഷവാന്മാരായിരിക്കും, ഇതിലാറെ നല്ല നിലയിലായിരിക്കും, അതല്ലെങ്കിൽ ലോകത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും അവരുടെ ഫാദേഴ്സ് അവരുടെ ചൈൽഡ് കെയറിൽ ഇതുപോലെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ആൻഡ് നെവർ സേ ദാറ്റ് ചുഡി ഈസ് ബേബി സിറ്റിംഗ്. പീപ്പിൾ ഹു ബേബി സിറ്റ് ആർ people for whom the baby is not primary responsibility. അതായത് കുട്ടിയെ അച്ഛൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ ബേബി സിറ്റിംഗ് ആണെന്ന് പറയരുത്. അതായത് ബേബി സിറ്റിങ്ങിന് ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും കുട്ടിയായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ അച്ഛൻ എന്തുണ്ട്, എപ്പോഴും കുട്ടിയായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചുഡി ഡസ് നോട്ട് ഡിസേർവ് എനി സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ പ്രൈസ്. ഒരു പ്രത്യേക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നോർ ഡു യു ബോത്ത്, അതായത് നിങ്ങൾക്ക് രണ്ടാൾക്കൊരു പ്രൈസും തരണ്ട. യു ബോത്ത് മേഡ് ദ ചോയ്സ് ടു ബ്രിങ് എ ചൈൽഡ് ഇൻ ടു ദ വേൾഡ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് ചൈൽഡ് ബിലോങ്സ് ഈക്വലി ടു യു ബോത്ത്. ഒരു കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നുള്ള തീരുമാനം നിങ്ങളുടെ രണ്ടുപേരുടേതുമായിരുന്നു. അപ്പൊ അതിന്റെ നോക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇറ്റ് വുഡ് ബി ഡിഫറെന്റ് if you were a single mother, whether by circumstances or choice. നീ ഇതിന് പകരം നീ ഒരു സിംഗിൾ മദർ ആണ്, സിംഗിൾ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഡിവോഴ്സ് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നീ ഒരു സിംഗിൾ മദർ ആയിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ഞാൻ പറയാം. ബിക്കോസ് ഡൂയിങ് ഇറ്റ് ടുഗെദർ വുഡ് ദെൻ നോട്ട് ബി ആൻ ഓപ്ഷൻ. ബട്ട് യു ഷുഡ് നോട്ട് ബി എ സിംഗിൾ മദർ അൺലെസ് യു ആർ ട്രൂലി എ സിംഗിൾ മദർ. നീ ശരിക്കും ഒരു ഒറ്റപ്പെടുന്ന, അതായത് നിങ്ങൾ സിംഗിൾ മദർ ആവുന്നത് വരെ, കറക്റ്റായിട്ട് നീ സിംഗിൾ മദർ ആവുന്ന വരെ ഒരിക്കലും നീ സ്വയം സിംഗിൾ മദർ ആവരുത്. അതായത് എല്ലാ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കരുത്. മൈ ഫ്രണ്ട് നുബുവ വൺസ് ടോൾഡ് മീ ദാറ്റ് ബിക്കോസ് ഹിസ് വൈഫ് ലെഫ്റ്റ് വെൻ ഹിസ് കിഡ്സ് വർ യങ്. അഡിച്ചിയുടെ ഒരു ഫ്രണ്ടാണ് നുബുവ പറയാണ്, അവരുടെ ഭാര്യ ചെറിയ കുട്ടികളായപ്പോൾ തന്നെ അവരെ ഉപേക്ഷിച്ചു പോയി. ഹി ബിക്കെയിം മിസ്റ്റർ മം ബൈ വിച്ച് ഹി മെന്റ് ദാറ്റ് ഹി ഡിഡ് ദ ഡെയിലി കെയർ ഗിവിംഗ്. അയാള് മിസ്റ്റർ മം ആയിട്ട് മാറി, അതായത് ഒരു അമ്മയായിട്ട് മാറി, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിലൂടെ. ബട്ട് ഹി വാസ് നോട്ട് ബീങ് എ മിസ്റ്റർ മം. അപ്പൊ അടിച്ചു പറയാണ്, ശരിക്കും ഒരു മിസ്റ്റർ മമ്മ അല്ല അവിടെ ആയത്. ഹി വാസ് സിംപ്ലി ബീങ് എഡാണ്. അവിടെ ശരിക്കും അയാളത് ഒരു അച്ഛനായി മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഇനി തേർഡ് സജഷൻ പറയാണ്, ടീച്ച് ഹർ ദാറ്റ് ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ്. ജെൻഡർ റോൾസ്, അതായത് ഒരാണിത് ചെയ്യണം പെണ്ണിത് ചെയ്യണം എന്നുള്ള കാര്യം അബ്സല്യൂട്ട്ലി അതൊരു നോൺസെൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ഡു നോട്ട് എവർ ടെൽ ഹർ ദാറ്റ് ഷീ ഷുഡ് ഓർ ഷുഡ് നോട്ട് ഡു സംതിങ് ബിക്കോസ് ഷീ ഈസ് എ ഗേൾ. ഒരു പെൺകുട്ടി ആയ കാരണം അവൾ എന്തെങ്കിലും ചെയ്യണമെന്നോ ആയ കാരണം അതൊന്നും ചെയ്യരുതേ എന്നോ നീ അവരോട് പറയരുത്. ബിക്കോസ് യു ആർ എ ഗേൾ ഈസ് നെവർ എ റീസൺ ഫോർ എനിത്തിങ് എവർ. നീ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് ഒന്നിനും ഒരു കാരണമല്ല ഒരിക്കലും. ഐ റിമെമ്പർ ബീങ് ടോൾഡ് ആസ് എ ചൈൽഡ് ടു ബെൻഡ് ഡൗൺ പ്രോപ്പർലി വൈൽ സ്വീപ്പിംഗ് ലൈക്ക് എ ഗേൾ വിച്ച് മെന്റ് ദാറ്റ് സ്വീപ്പിംഗ് വാസ് അബൌട്ട് ബീങ് ഫീമെയിൽ. അതായത് നിലമൊക്കെ തുടക്കുന്ന സമയത്ത് നല്ല കുനിഞ്ഞു തുടക്കണം എന്ന് പറയും, പെൺകുട്ടിയെ പോലെ എന്ന് പറയും. അപ്പോൾ തുടക്കുക എന്ന് പറയുന്നത് തന്നെ പെൺകുട്ടിയുടെ ഒരു ഇതാണ്, അതല്ലെങ്കിൽ നിലം തുടക്കുക എന്ന് പറയുന്നത് തന്നെ പെൺകുട്ടികളെ പോലെ ആവുക എന്നുള്ള ഒരു ഇതാണ് എന്നർത്ഥം. I wish I had been told it simply, bend down and sweep properly because you will clean the floor better. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ നല്ലോണം കുനിഞ്ഞു തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും നിലം എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ കുനിഞ്ഞു തുടക്ക്. ആൻഡ് ഐ വിഷ് മൈ ബ്രദേഴ്സ് ഹാഡ് ബീൻ ടോൾഡ് ദ സെയിം തിങ്. എന്റെ ആങ്ങളമാരോടും ഇതേപോലെ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറയില്ല. There have been recent Nigerian social media debates about women and cooking and about how wives have to cook for husbands. സ്ത്രീകളും കുക്കിംഗ് എന്നൊരു കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഡിബേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്.
It is funny in the way that sad things are funny that we are still talking about cooking as some kind of marriageability test for women. അതായത് മാരേജിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു ടെസ്റ്റ് ആണ് കുക്കിംഗ് ആണ് സ്ത്രീകൾക്ക് എന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. ദ നോളജ് ഓഫ് കുക്കിംഗ് ഡസ് നോട്ട് ദ മാരേജ് ഓഫ് കുക്കിംഗ് ഡസ് നോട്ട് കം പ്രീ ഇൻസ്റ്റാൾഡ് ഇൻ എ വജൈന. അതായത് കുട്ടി വയറ്റിലായിരിക്കുന്ന സമയത്തെ അത് സ്ത്രീകൾ, അതായത് പെൺകുട്ടിയാണെങ്കിൽ അത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതല്ല. കുക്കിംഗ് ഈസ് ലേൺഡ്. കുക്കിംഗ് പഠിച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത്. കുക്കിംഗ് ഡൊമസ്റ്റിക് വർക്ക് ഇൻ ജനറൽ, അതായത് കുക്കിംഗ് മാത്രമല്ല എല്ലാവർക്കും, ഈസ് എ ലൈഫ് സ്കിൽ ദാറ്റ് ബോത്ത് മെൻ ആൻഡ് വുമൻ ഷുഡ് ഐഡിയലി ഹാവ്. ഇറ്റ് ഈസ് ഓൾസോ എ സ്കിൽ ദാറ്റ് ഇറ്റ് എല്യൂഡ് ബോത്ത് മെൻ ആൻഡ് വുമൻ. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കുക്കിങ്ങും വീട്ടു ജോലികളും എന്ന് പറയുന്നത്. അത് രണ്ടുപേരും ഒരുപോലെ രക്ഷപ്പെടുത്തും. അതായത് രണ്ടുപേർക്കും ഉപകാരമാവും. വി ആൾസോ നീഡ് ടു ക്വസ്റ്റ്യൻ ദ ഐഡിയ ഓഫ് മാരേജ് ആസ് എ പ്രൈസ് ടു വുമൻ ബിക്കോസ് ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദീസ് അബ്സോർഡ് ഡിബേറ്റ്സ്. അതായത് നമ്മളിപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് ഒരു പ്രൈസാണ്. അതായത് നീ നല്ല രീതിയിൽ കുക്കിംഗ് ജോലിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മാരേജ് ഒരു പ്രൈസ് ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ. ഇഫ് യു സ്റ്റോപ്പ് കണ്ടീഷനിങ് വുമൻ ടു സീ മാരേജ് ആസ് എ പ്രൈസ്, ദെൻ വി ഷുഡ് ഹാവ് ഫ്യൂവർ ഡിബേറ്റ്സ് അബൌട്ട് എ വൈഫ് നീഡിങ് ടു കുക്ക് ഇൻ ഓർഡർ ടു ഏൺ ദാറ്റ് പ്രൈസ്. അതായത് സ്ത്രീകൾക്ക് പ്രൈസ് ആയിട്ട് ഒരു മാരേജിനെ കണക്കാക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് കല്യാണം, അതായത് ആ പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ കുക്കിംഗ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്ന് പറയാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു മീ ഹൗ ഏർലി ദ വേൾഡ് സ്റ്റാർട്ട്സ് ടു ഇൻവെന്റ് ജെൻഡർ റോൾസ്. ഇനി പണ്ട് മുതലേ ഈ ജെൻഡർ റോൾസ് എങ്ങനെയാണ് ലോകത്തിൽ ഉത്ഭവിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. യെസ്റ്റർഡേ ഐ വെന്റ് ടു എ ചിൽഡ്രൻസ് ഷോപ്പ് ടു ബൈ ചിസാലോം ആൻ ഔട്ട്ഫിറ്റ്. ചിസാലും ഈ കുട്ടിക്ക് പറയുന്ന കുട്ടിക്ക് ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുട്ടികളുടെ ഷോപ്പിലോട്ട് പോവാണ് അടിച്ച്. ഇൻ ദ ഗേൾസ് സെക്ഷൻ വേർ പേൽ ക്രിയേഷൻസ് ഇൻ വാഷഡ് ഔട്ട് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്. ഐ ഡിസ്ലൈക്ക്ഡ് ദം. പെൺകുട്ടികളുടെ ഏരിയയിൽ പോയപ്പോൾ ഫുള്ള് ഒരു പിങ്ക് കളറിലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്നും എനിക്കിഷ്ടമായില്ല. ദ ബോയ്സ് സെക്ഷൻ ഹാഡ് ഔട്ട്ഫിറ്റ്സ് ഇൻ വൈബ്രന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. എന്നാൽ ആൺകുട്ടികളുടെ സെക്ഷനിലോട്ട് പോയപ്പോൾ നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ബ്ലൂ കളറിലാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ ശരിക്കും ഇങ്ങനെ ചില രാജ്യത്ത്, ചില ഇറ്റലി പോലെയല്ലേ അങ്ങനത്തെ രാജ്യത്തൊക്കെ ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. പെൺകുട്ടിയാണെങ്കിൽ എല്ലാം ചെറുപ്പത്തിൽ അവർക്ക് പിങ്ക് കളറിലായിരിക്കും, ആൺകുട്ടിയാണെങ്കിൽ എല്ലാം ബ്ലൂ കളറിലായിരിക്കും. ബിക്കോസ് ഐ തോട്ട് ബ്ലൂ വുഡ് ബി അഡോറബിൾ അഗെയിൻസ്റ്റ് ഹെർ ബ്രൗൺ സ്കിൻ ആൻഡ് ഫോട്ടോഗ്രാഫ് ബെറ്റർ ഐ ബോട്ട് വൺ. അപ്പൊ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ അവളുടെ ഒരു ബ്രൗൺ സ്കിൻ ആണല്ലോ, അപ്പൊ അതിൽ കൂടുതൽ ചേരുക ബ്ലൂ ആയിരിക്കും. അപ്പൊ ഞാൻ അതൊന്ന് വാങ്ങി. അറ്റ് ദ ചെക്ക് ഔട്ട് കൗണ്ടർ ദ കാഷ്യർ സെഡ് മൈൻ വാസ് എ പെർഫെക്റ്റ് പ്രസന്റ് ഫോർ ദ ന്യൂ ബോയ്. നല്ല പുതിയ ആൺകുട്ടിക്ക് നല്ല രസം ഉണ്ടായിരിക്കും ഇതെന്ന് കാഷ്യർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഐ സെഡ് ഇറ്റ് വാസ് ഫോർ എ ബേബി ഗേൾ. ഷീ ലുക്ക്ഡ് ഹൊറിഫൈഡ്. ബ്ലൂ ഫോർ എ ഗേൾ? അത് ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി കാണുന്നു. അപ്പോൾ അവള് പേടിച്ചിട്ട് ചോദിച്ചു, പെൺകുട്ടിക്ക് നീലയോ എന്ന്. I cannot help but wonder about the clever marketing person who invented this pink blue binary. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരാണ് ഇത് മാർക്കറ്റിംഗ് പേഴ്സൺ ഉണ്ടല്ലോ ഇതിന്റെ പിറകിലാരോ ഈ പിങ്ക് ബ്ലൂ എന്നുള്ള ഒരു കാറ്റഗറി കൊണ്ടുവന്ന അയാളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ദർ വാസ് ആൾസോ എ ജെൻഡർ ന്യൂട്രൽ സെക്ഷൻ വിത്ത് ഇറ്റ്സ് അറേ ഓഫ് ബ്ലഡ്ലെസ് ഗ്രേ. ഇനി ഇതിപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും അല്ലാതൊരു സെക്ഷൻ ഉണ്ട് ജനറൽ ന്യൂട്രൽ. അവിടെ ഫുള്ള് ഗ്രേയോ ആണ്. ജനറൽ ന്യൂട്രൽ ഈസ് സില്ലി ബിക്കോസ് ഇറ്റ് ഈസ് പ്രിമൈസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് മെയിൽ ബീങ് ബ്ലൂ ആൻഡ് ഫീമെയിൽ ബീങ് പിങ്ക് ആൻഡ് ജനറൽ ന്യൂട്രൽ ബീങ് ഇറ്റ്സ് ഓൺ കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയിലോട്ടാണ് ഇത് വരുന്നത്. ഫീമെയിൽ ആണെങ്കിൽ പിങ്ക്, ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ ഗ്രേ, മെയിൽ ആണെങ്കിൽ ബ്ലൂ. വൈ നോട്ട് ജസ്റ്റ് ഹാവ് ബേബി ക്ലോത്ത്സ് ഓർഗനൈസ്ഡ് ബൈ ഏജ് ആൻഡ് ഡിസ്പ്ലേഡ് ഇൻ ഓൾ കളേഴ്സ്. അപ്പൊ എന്ത് അടിച്ചു പറയുകയാണ്, എന്താ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഇത്ര വയസ്സിനുള്ള കുട്ടികൾക്ക് ഇത്ര ഈ ഡ്രസ്സ് എന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചൂടെ, എല്ലാ കളറിലും ഡിസ്പ്ലേ ചെയ്തൂടെ? ദ ബോഡീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫാൻസ് ആർ സിമിലർ ആഫ്റ്റർ ഓൾ. ചെറിയ കുട്ടികളുടെ ബോഡീസ്, അത് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരുപോലെയാണല്ലോ. ഐ ലുക്ക് അറ്റ് ദ ടോയ് സെക്ഷൻ. ഇനി നമ്മൾ ടോയ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. വിച്ച് വാസ് ഓൾസോ അറേഞ്ച്ഡ് ബൈ ജെൻഡർ. അതും ഇതുപോലെ തന്നെയാണ്, ജെൻഡറിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോയ്സ് ഫോർ ബോയ്സ് ആർ മോസ്റ്റ്ലി ആക്റ്റീവ് ആൻഡ് ഇൻവോൾവ് സം സോർട്ട് ഓഫ് ഡൂയിങ് ട്രെയിൻസ്, കാർസ്, ആൻഡ് ടോയ്സ് ഫോർ ഗേൾസ് ആർ മോസ്റ്റ്ലി പാസീവ് ആൻഡ് ആർ ഓവർവെൽമിംഗ്ലി ഡോൾസ്. അപ്പോൾ ബോയ്സിന്റെ സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാണാൻ വയ്യ ട്രെയിനും കാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഗേൾസിന്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡോൾസും അതുപോലെയുള്ള കളിപ്പാവകളും കാര്യങ്ങളൊക്കെ. ഐ വാസ് സ്ട്രക്ക് ബൈ ദിസ്. ഞാൻ ആകെ അന്തമുട്ടെന്ന് പറയണം. I had not quite realized how early society starts to invent the ideas of what a boy should be and what a girl should be. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇത്രയും മുമ്പ് തന്നെ ഗേൾസ് എങ്ങനെ ചെയ്യണം, ബോയ്സ് ഇങ്ങനെ ചെയ്യുന്നത് സൊസൈറ്റി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നൊന്നും. I wished the toys had been arranged by type rather than by gender. ടൈപ്പിന്റെ അനുസരിച്ചാണ് ആ ടോയ്സ് ഒക്കെ യഥാർത്ഥത്തിൽ അറേഞ്ച് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ ആഗ്രഹിച്ചു. ഇനി അവൾ പറയാണ്, ഡിഡ് ഐ എവർ ടെൽ യു അബൌട്ട് ഗോയിങ് ടു US മാൾ വിത്ത് എ 7-year-old നൈജീരിയൻ ഗേൾ ആൻഡ് ഹെർ മദർ. ഒരു 7 വയസ്സായിട്ടുള്ള ചെറിയ നൈജീരിയൻ പെൺകുട്ടിയും അവളുടെ അമ്മയുമായിട്ട് ഞാനൊരു US മാളിലോട്ട് പോയ കഥ പറഞ്ഞിട്ടുണ്ടോ? ഷീ സോ എ ടോയ് ഹെലികോപ്റ്റർ, വൺ ഓഫ് ദോസ് തിങ്സ് ദാറ്റ് ഫ്ലൈ ബൈ വയർലെസ് റിമോട്ട് കൺട്രോൾ, ആൻഡ് ഷീ വാസ് ഫാസിനേറ്റഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ വൺ.
അപ്പൊ ഈ പെൺകുട്ടി ഒരു ടോയ് ഹെലികോപ്റ്റർ കണ്ടിട്ട്, വയർലെസ് ആയിട്ടുള്ള ഒരു ടോയ് ഹെലികോപ്റ്റർ കണ്ടിട്ട് അത് വേണമെന്ന് പറയാണ്. നോ, ഹർ മദർ സെഡ്. അപ്പൊ അവൾ അമ്മ പറഞ്ഞു, ഇല്ല പറ്റില്ല, വാങ്ങി തരാൻ പറ്റില്ല. യു ഹാവ് യുവർ ഡോൾസ്, നിനക്ക് നിന്റെ പാവകുട്ടികളൊക്കെ ഉണ്ടല്ലോ. ആൻഡ് ഷീ റെസ്പോണ്ടഡ്, മമ്മി ഇസ് ഇറ്റ് ഓൺലി ഡോൾസ് ഐ വിൽ പ്ലേ വിത്ത്, ഞാൻ എന്തായാലും ഈ ഡോൾസുമായിട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണോ? ഐ ഹാവ് നെവർ ഫോർഗോട്ടഡ് ദാറ്റ്. അപ്പൊ അടിച്ചു പറയാണ്, ഞാൻ ഒരിക്കലും അത് മറന്നിട്ടില്ല. ഹർ മദർ മെന്റ് വെൽ ഒബ്വിയസ്ലി, അവളുടെ അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം, സാധാരണ പോലെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഷി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ഐഡിയാസ് ഓഫ് ജെൻഡർ റോൾസ് ദാറ്റ് ഗേൾസ് പ്ലേ വിത്ത് ഡോൾസ് ആൻഡ് ബോയ്സ് വിത്ത് ഹെലികോപ്റ്റേഴ്സ്. അവര് ഈ ജെൻഡർ റോൾസിന്റെ ഐഡിയാസിലൊക്കെ വളരെ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അതായത് പെൺകുട്ടികൾ ഡോൾസുമായിട്ടും ആൺകുട്ടികൾ ഹെലികോപ്റ്ററുമായിട്ട് കളിക്കണം എന്നുള്ളത്. ഐ വണ്ടർ നൗ വിറ്റ്സ്ഫുള്ളി ഇഫ് ദ ലിറ്റിൽ ഗേൾ വുഡ് ഹാവ് ടേൺഡ് ഔട്ട് ടു ബി എ റെവല്യൂഷണറി എഞ്ചിനീയർ ഹാഡ് ഷീ ബീൻ ഗിവൺ എ ചാൻസ് ടു എക്സ്പ്ലോർ ദാറ്റ് ഹെലികോപ്റ്റർ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കും, ഒരു പക്ഷേ ആ കുട്ടിക്ക് അന്ന് ആ ഹെലികോപ്റ്റർ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളിപ്പോ ഒരു റെവല്യൂഷണറി എഞ്ചിനീയർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളത്. ഇഫ് യു ഡോണ്ട് പ്ലേസ് സ്ട്രേറ്റ് ജാക്കറ്റ് ഓഫ് ജെൻഡർ റോൾസ് ഓൺ യങ് ചിൽഡ്രൻ വി ഗീവ് ദം സ്പേസ് ടു റീച്ച് ദിയർ ഫുൾ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതുപോലെ ഒരു സ്ട്രേറ്റ് ജാക്കറ്റ് എന്നാണ് പറയുന്നത് ഈ ജെൻഡർ റോൾസിനെ. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അവർ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് തന്നെ വളരും ഈ കുട്ടികളൊക്കെ. പ്ലീസ് സീ ചിസാലു ആസ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയായിട്ട് നീ കുട്ടിയെ കാണണം, ചിസാലുവിനെ കാണണം. നോട്ട് ആസ് എ ഗേൾ ഹു ഷുഡ് ബി എ സർട്ടൻ വേ. ഒരു പെൺകുട്ടി, ഒരു എങ്ങനെ രീതിയിലുള്ള ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഒരിക്കലും അവളെ നീ കാണരുത്. See her weaknesses and her strengths in an individual way. അവൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിലോ ഒക്കെ അവളുടേതായിട്ടുള്ള രീതിയിൽ നീ എടുക്കാൻ നോക്കണം. Do not measure her on a scale of what girls should be. പെൺകുട്ടികൾ ഇങ്ങനെ ആവണം, അങ്ങനെ അതുകൊണ്ട് നീയും ഇങ്ങനെ ആവണം എന്നൊരിക്കലും നീ അങ്ങനെ രീതിയിലുള്ള നീ മെഷർ ചെയ്യരുത്. മെഷർ her on a scale of being the best version of herself. അവളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കിട്ടുക, ആ ഒരു സ്കെയിലിൽ നീ അവളെ അളക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. A young Nigerian woman once told me that she had for years behaved like a boy. She liked football and was bored by dresses. അപ്പം അവള് ഒരു പെൺകുട്ടി, ഒരു നൈജീരിയൻ വുമൺ അവളോട് പറയുന്നതാണ്, ഒരുപാട് കാലം ആൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്തു, കാരണം അവൾക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. Until her mother forced her to stop her boyish interests. അപ്പം അവളുടെ മദർ അവളോട് പറഞ്ഞു, നീ ഇതുപോലെ ആൺകുട്ടികളെ പോലെ ഫുട്ബോൾ കളിച്ചും ഡ്രസ്സ് അടിച്ചും നടക്കരുതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണവരെ. Now she is grateful to her mother for helping her start behaving like a girl. അപ്പോൾ അമ്മയോട് വളരെ അവൾക്ക് ഗ്രേറ്റ്ഫുൾ ആണ്, കാരണം അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാൻ നല്ല രീതിയിൽ തുടങ്ങിയെന്നാണ് അവൾ പറയുന്നത്. ദ സ്റ്റോറി മേഡ് മീ സാഡ്. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി, കാരണം നല്ല രീതിയിൽ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നല്ല രീതി ആവും എന്നുള്ളത് ഇതാണ് അടിച്ച് വിചാരിക്കുന്നത്. ഐ വണ്ടർഡ് വാട്ട് പാർട്സ് ഓഫ് ഹെർസെൽഫ് ഷീ ഹാഡ് നീഡഡ് ടു സൈലൻസ് ടു ഫിൽ. And I wondered about what her spirit had lost because what she called behaving like a boy was simply behaving like herself. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ടാണ് അവളുടെ ആ ഒരു സ്പിരിറ്റൊക്കെ ലോസ് ചെയ്തത്. മാത്രമല്ല ബിഹേവിങ് ലൈക്ക് എ ബോയ് എന്നവൾ പറഞ്ഞില്ല, ആൺകുട്ടികളെ പോലെ ഞാൻ ബിഹേവ് ചെയ്തു എന്നുള്ളത്. അതൊരിക്കലും ആൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യായിരുന്നില്ല, പക്ഷെ അവളായിട്ട് നിൽക്കുകയായിരുന്നു, അവളുടെ യഥാർത്ഥ രീതിയിലാണ് അവൾ നിന്നത് എന്നാണ് പറയുന്നത്. Another acquaintance, an American living in the Pacific Northwest, once told me that when she took her 1-year-old son to a baby playground where babies had been brought by their mothers. അപ്പൊ ഇനി അമേരിക്കൻ ലിവിംഗ്, അതായത് പസഫിക് നോർത്ത് വെസ്റ്റിലുള്ള ഒരാൾ അവളോട് പറയുന്നത് പറയാണ്, കുട്ടികളൊക്കെ 1 year old ആയിട്ടുള്ള മോനെ എടുത്തിട്ട് ഒരു പാർക്കിലോട്ട് കൊണ്ടുപോകാണ്, ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു പാർക്കിലോട്ട്. അവിടെ ഇതേപോലെ എല്ലാ അമ്മമാരും ഇങ്ങനെ കുട്ടികളെ കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഷീ നോട്ടീസ്ഡ് ദാറ്റ് മദേഴ്സ് ഓഫ് ബേബി ഗേൾസ് വെർ വെരി റെസ്ട്രെയിനിങ്, കോൺസ്റ്റന്റ്ലി ടെല്ലിംഗ് ദ ഗേൾസ് ഡോണ്ട് ടച്ച്, സ്റ്റോപ്പ് ഓർ ബി നൈസ്. അപ്പോൾ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, നല്ല രീതിയിൽ നിൽക്ക്. And she noticed that the baby boys were encouraged to explore more and were not restrained as much, were almost never told to be nice. അപ്പോൾ അതേസമയം അവളെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ ചോദിച്ചാൽ, ആൺകുട്ടികളുടെ അമ്മമാർ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല, അങ്ങനെ നിൽക്കി ഇങ്ങനെ നിൽക്കുന്നൊന്നും പറയുന്നില്ല, അവർ ഫുൾ എൻജോയ് ആണ് ചെയ്യുന്നത്. Her theory was that parents unconsciously start very early to teach girls how to be, that baby girls are given less room and more rules and baby boys are more room and fewer rules. അപ്പോൾ അവൾ പറയുന്നത് എന്താ ചോദിച്ചാലും, ചെറുപ്പത്തിൽ തന്നെ ഈ ചെറിയ കുട്ടികളുടെ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ പെൺകുട്ടിയാണ്, നീ അതങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം. ആൺകുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്, ഒരു റൂൾസും ഇല്ല. Gender roles are so deeply conditioned in us that we will often follow them even when they chafe against our true desires, our needs, our happiness. ചേഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഡാമേജ് വരുത്തുക. അപ്പോൾ നമ്മൾ ഇത് വളരെ, ഈ ജെൻഡർ റൂൾസ് ഒക്കെ നമ്മളിൽ വളരെ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്, വളരെ ആഴത്തിലാണ്. ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും എതിരെ അത് നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ അത് അറിയാതെ ഫോളോ ചെയ്തു പോകും. ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു അൺലേൺ. അപ്പം നമ്മളങ്ങനെ ചെറുപ്പം മുതലേ ഇത് പഠിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ചിസാലം റിജക്ട്സ് ദം ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ചെറുപ്പത്തിലേ അവൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക.
ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഹെർ ഇന്റേണലൈസ് ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ടീച്ച് ഹെർ സെൽഫ് റിലയൻസ്. അപ്പോൾ ജെൻഡർ റോൾസിൽ, അതായത് ഇതുപോലെയുള്ള ഇത് ചെയ്യണം പെണ്ണിത് ചെയ്യണം എന്നുള്ള ആ റോൾസിൽ നിന്ന് വ്യത്യാസമായിട്ട് അവൾ സ്വയം അവളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ടെൽ ഹെർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി ഏബിൾ ടു ഡു ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫെൻഡ് ഫോർ ഹെർ സെൽഫ്. അതായത് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ കാര്യം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ടീച്ച് ഹെർ ടു ട്രൈ ടു ഫിക്സ് ഫിസിക്കൽ തിങ്സ് വെൻ ദേ ബ്രേക്ക്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ തിങ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യാൻ അവളെ തന്നെ ട്രൈ ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പൊട്ടിയാലും അല്ലെങ്കിൽ കേടുവന്നാലൊക്കെ ബോയ്സ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറ്റുക. എന്നിട്ട് അവളെ ചെയ്യാൻ നീ ശ്രമിക്കുക, ട്രൈ ചെയ്യിപ്പിക്കുക അവളെ. വി ആർ ക്വിക്ക് ടു അസ്യൂം ഗേൾസ് കാൺ ഡു മെയ്തിങ്. പെൺകുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ലെറ്റ് ഹർ ട്രൈ. അവൾ ട്രൈ ചെയ്യട്ടെ. ഷീ മൈറ്റ് നോട്ട് ഫുള്ളി സക്സീഡ്, പക്ഷെ അവൾ ഫുള്ളി അതിൽ വിജയിക്കണം എന്നില്ല. ബട്ട് ലെറ്റ് ഹർ ട്രൈ. എന്തായാലും നീ അവളെ ട്രൈ ചെയ്യിപ്പിക്കുക. ബട്ട് ഹർ ടോയ്സ് ലൈക്ക് ബൈ ഹർ ടോയ്സ് ലൈക്ക് ബ്ലോക്സ് ആൻഡ് ട്രെയിൻസ് ആൻഡ് ഡോൾസ് ടു ഇഫ് യു വാണ്ട് ടു. അവൾക്ക് നീ എന്ത് വാങ്ങിച്ചു കൊടുക്കുക, ട്രെയിനും അതുപോലെയുള്ള ബ്ലോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ എന്ത് വാങ്ങിച്ചു കൊടുക്കാം, ഇതും വാങ്ങിച്ചു കൊടുക്കാം, ഡോൾസും വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്.